ചട്ടമ്പിസ്വാമി ജയന്തി ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാന ക്ഷേത്രത്തിലും വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. അവിടെ നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, എന്തെല്ലാം ചടങ്ങുകൾക്കാണ് ഇന്നവിടെ തുടക്കം കുറിക്കുന്നത്? അതോടൊപ്പം വിശിഷ്ട വ്യക്തികൾ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേരുന്നത്? വിവരങ്ങൾ. രോഹിണി, അനുകമ്പ കൊണ്ട സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിക്കാട്ടിയ ആത്മീയതയുടെ സംസ്കാരത്തിന് പുതിയ ദിശാബോധം നൽകിയ മഹാ ഋഷിവര്യനാണ് ചട്ടമ്പിസ്വാമികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമായിട്ടുള്ള കണ്ണമ്പുലയിലെ ആ ക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ക്ഷേത്രാചാരങ്ങൾ പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊന്നും തന്നെ വേണ്ട എന്ന തരത്തിൽ ഒരു തീരുമാനം NSS എടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പൂജാതി കർമ്മങ്ങൾ മാത്രം, അതായത് ക്ഷേത്രാചാര പൂജകൾ മാത്രമാണ് നടത്തിയിരുന്നത്. രാവിലെ ഗണപതി ഹോമത്തോടു കൂടിയാണ് ഇവിടുത്തെ ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിലെ ശാന്തിക്കാരടക്കം അതിന് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ ഇവിടെ NSSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ M സംഗീത് കുമാറും അതുപോലെ തന്നെ സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലും ഈ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റു വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരടക്കം ഇവിടേക്ക് എത്തും എന്നതാണ് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ അവർ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് വിദ്യാധിരാജയുടെ പഠന ഗവേഷണ കേന്ദ്രം കൂടിയാണ് കണ്ണമ്മൂലയിലുള്ളത്. കാരണം വരുന്ന ഒരു തലമുറയ്ക്ക് പുതിയ ഒരു ദിശാബോധം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഉള്ളത്. നമുക്ക് എന്തായാലും അവരുടെ പ്രതികരണം തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമുക്കിപ്പോൾ ആദ്യം NSSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന M സംഗീത് കുമാർ സാർ ചേരുന്നുണ്ട്. സാറേ, ഇപ്പോൾ ഇന്ന് 171ാമത് ജയന്തി ആഘോഷം നടക്കുന്നുണ്ട്. എന്തൊക്കെ വിപുലമായ പരിപാടികളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്? ഇത്തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഘോഷ പരിപാടികളൊന്നുമില്ല. എന്നാലും സ്വാമികളുടെ ജന്മജയന്തി ആയതുകൊണ്ട് പൂജാതി കർമ്മങ്ങളും മറ്റ് ചടങ്ങുകളുമെല്ലാം അതിൻ്റേതായ രീതിയിലുണ്ട്. വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ നടത്തുന്നില്ല. വൈകുന്നേരം പുരസ്കാര ചടങ്ങ് അടക്കമുണ്ട്. ചടങ്ങ് പതുപോലെ അത് നടത്തുന്നുണ്ട്. ഇത്തവണത്തെ പുരസ്കാരം ആർക്കാണ് എന്ന്? അത് ഇത്തവണത്തെ പുരസ്കാരം ഒന്ന് എഴുമറ്റൂർ രാജരാജവർമ്മയ്ക്കാണ്, പിന്നെ ഒന്നൊരു സാമൂഹ്യ പ്രവർത്തകൻ ഗിരീഷ് കുമാറിന്. ഇപ്പോൾ നമ്മളോടൊപ്പം സംസ്ഥാനത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയോട് ചേർന്നത് ഈ കേരളത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയാണ് ചട്ടമ്പിസ്വാമി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ കൂടി അനിവാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദിശാബോധം എന്ന് പറയുന്നത്. എങ്ങനെ അനുസ്മരിക്കുന്നുണ്ട് മിനിസ്റ്റർ? കേരള സമൂഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാരിൽ പ്രഥമ സ്ഥാനീയനാണ് ചട്ടമ്പിസ്വാമി എന്നുള്ള കാര്യം നമുക്കെല്ലാം ഒരുപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ 171ാം ജയന്തി ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക എന്നതാണ് എൻ്റെ സന്ദർശനത്തിലൂടെ ഉദ്ദേശിച്ചത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പുതിയ ദിശയിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ വിശേഷിച്ച് സ്ത്രീകളുടെ ഉന്നമനമടക്കം നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്ന് കാണുന്ന എല്ലാ സാമൂഹ്യ മാറ്റങ്ങളുടെയും ചാലകശക്തിയാകുവാൻ ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യം. ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പിസ്വാമി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന സ്ത്രീ ലൈംഗിക ചൂഷണം അടക്കം ചില വിഷയങ്ങൾ ഉയർന്നു വന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന ഈ നിമിഷത്തിൽ ചട്ടമ്പിസ്വാമിയുടെ പ്രാധാന്യം കൂടി വരുന്നതായി സർക്കാരിന് തോന്നുന്നുണ്ട്. അത് ഇതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തെ ഇത്തരം ഒരു കാര്യവുമായി ബന്ധിപ്പിച്ച് നമ്മൾ പ്രതികരിക്കുന്ന രീതി ശരിയല്ല. എന്നാൽ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് യാതൊരു സന്ധിയും ഗവൺമെൻറ് പുലർത്തില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയും പോലെ ആരാണോ ഏത് വിഷയത്തിലായാലും തെറ്റുകാരനായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ പ്രദീപ്, രോഹിണി ഇപ്പോൾ നമ്മളോട് പ്രധാനപ്പെട്ട രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രഥമമായ പങ്കുവഹിക്കുന്ന നവോത്ഥാന നായകരിൽ ഒരാളാണ്, പ്രഥമനാണ് സ്വാമി ചട്ടമ്പിസ്വാമി എന്ന് പറയുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ ഓരോ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഓരോ മൂല്യമുണ്ട്, ഓരോ നവോത്ഥാന കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ ഈ കാലഘട്ടത്തിന് കൂടി അനിവാര്യമായ
പ്രതീകമായി മാറുന്ന ഒരു ബോധോദയം കൂടി തന്നെയാണ്. ശ്രീബുദ്ധന്റെ ബോധോദയം പോലെ ചട്ടമ്പിസ്വാമിയൊക്കെ ഉയർത്തിക്കാട്ടുന്ന ആ ദിശ എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ, അതായത് നമ്മൾ മലബാർ മേഖലകളിൽ കാണുന്ന വെട്ടുകല്ലിൽ തീർത്തതാണ് ഈ കണ്ണമ്മൂലയിലെ ക്ഷേത്രം. ഇവിടെ വെങ്കലത്തിലാണ് ശ്രീ ചട്ടമ്പിസ്വാമിയുടെ പ്രതിമ തന്നെ ഉള്ളത്. അത് വിശേഷാൽ പൂജാതി കർമ്മങ്ങളോടുകൂടിയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് 10 മണി വരെ പ്രഭാതത്തിൽ പൂജാകർമ്മങ്ങളും, വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ സായന്തനത്തിലെ പൂജകളും ഒക്കെയായി നിത്യവുമുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ കണ്ണമ്മൂലയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. 1853 ഓഗസ്റ്റ് 25-ാം തീയതി തിരുവനന്തപുരം കൊല്ലൂർ എന്ന സ്ഥലത്ത് ജനിച്ച് വലിയ നവോത്ഥാന നായകനായി മാറിയ സ്വാമിയുടെ ഈ ജയന്തി അത് ഈ കാലഘട്ടത്തിന്റെ കൂടി പ്രതീകമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ കൂടി പ്രസക്തി ഉയർത്തുന്നതാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടം.